സോ പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞു. ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ ഇത് ഒരുപാട് സഹായമാണ്. പക്ഷേ അതിൻ്റെ ടെമ്പററി ആണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ആൻറ്റിബോഡീസ് വേറൊരു സ്പീഷീസ് നിന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ റെസിപ്പിയൻറ്റിന് ചിലപ്പോൾ അതിൻ്റെ അഗെൻസ്റ്റ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദാറ്റ് ക്യാൻ ക്രിയേറ്റ് കോംപ്ലിക്കേഷൻസ്. So this can lead to hypersensitivity in such cases. So that is the disadvantage. Now there is a question. Which of the following confers passive immunity? അപ്പോൾ വാക്സിനേഷൻ ആണോ, വൈറൽ ഇൻഫെക്ഷൻസ് ആണോ, ബ്രസ്റ്റ് മിൽക്ക് ആണോ, അതോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണോ വിച്ച് വിൽ ഓഫർ പാസീവ് ഇമ്മ്യൂണിറ്റി? സോ ജസ്റ്റ് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇസ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ആണ് വാക്സിനേഷൻ ഉൾപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് അച്ചീവ് ബൈ ഇനോക്കുലേഷൻ ഓഫ് microbial pathogen which induce immunity but do not cause any disease. അതാണ് വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻറ്റൻഷനലായിട്ട് പാത്തോജന് നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഡിസീസസ് കോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഗോൾ ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഇസ് ടു എലിസിറ്റ് പ്രൊട്ടക്റ്റീവ് immunity and immunogenic memory. So in vaccination there is the tendency of the formation of memory cells. പക്ഷെ പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് അങ്ങനെ മെമ്മറി സെൽസ് ഉണ്ടാവണമെന്ന് ഇല്ല. So as the name implies, active immunization through vaccination plays an active role in the proliferation of antigen sensitive T and B lymphocyte, resulting in the formation of memory cells. The active immunization by artificial means can be achieved by different ways, that is inactivated vaccine, attenuated vaccine, then purified microbial organisms, antigen, cloned antigens, synthetic peptides, multivalent complexes, etc. ഈ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ സക്സസ്ഫുൾ ആകുമ്പം വെൻ യു ആർ എക്സ്പോസ്ഡ് ടു എ പാത്തോജൻ, ആ ബോഡി വിൽ പ്രൊഡ്യൂസ് എ വെരി എലിവേറ്റഡ് കൈൻഡ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ദിസ് വിൽ ഹെൽപ്പ് ഇൻ എലിമിനേഷൻ ഓഫ് ദ പാത്തോജൻ. അപ്പോൾ നമ്മുടെ വാക്സിനേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ ആ പാത്തോജൻ നമ്മുടെ ബോഡിയിലേക്ക് അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ പാത്തോജനായിട്ട് എക്സ്പോസ് ആവുമ്പോൾ ദർ വിൽ ബി എ സ്ട്രോങ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ദാറ്റ് പാത്തോജൻ. സോ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഹാസ് ഹെൽപ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് ഡെത്ത് ഫ്രം ഇൻഫെക്ഷ്യസ് ഡിസീസസ് എസ്പെഷ്യലി എമംഗ് ചിൽഡ്രൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുട്ടിക്കാലത്ത് മുതൽ നമ്മൾ അവർക്ക് from birth 1 month onwards we provide them with vaccines: hepatitis B, BCG, diphtheria, tetanus, pertussis, MMR, varicella, polio, rotavirus, അങ്ങനെ കുറേ വാക്സിൻസ് നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിൽഡ്രൻ ഓൾസോ റിക്വയർ മൾട്ടിപ്പിൾ ബൂസ്റ്റേഴ്സ് എറ്റ് ടൈംഡ് ഇൻ്റർവൽ. ഇപ്പോൾ DPT കൊടുക്കുന്ന അല്ലെങ്കിൽ MMR കൊടുക്കുന്നത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. DPT ആയാലും നമ്മൾ ബൂസ്റ്റർ ഡോസസ് കൊടുക്കും. ഒറ്റ ഡോസ് അല്ല ഉണ്ടാവുക. DPT ആണെങ്കിൽ 1 month, 2 month, 4th month, പിന്നെ 15 months, 18 monthലും നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മംസും അതെ 2 പ്രാവശ്യം നമ്മൾ കൊടുക്കാറുണ്ട്. അതേപോലെ പോളിയോ വൈറസും അതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റർ ഡോസസ് കൊടുക്കും. ബൂസ്റ്റർ ഡോസസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വാക്സിൻ ചെയ്യുന്നതാണ്, ഇനോക്കുലേറ്റ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് ടു അച്ചീവ് എഫക്റ്റീവ് ഇമ്മ്യൂണിറ്റി. എന്നുവെച്ചാൽ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ഇവരുടെ ബോഡിയിൽ, ഈ കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ മെറ്റേണൽ ആൻറ്റിബോഡീസ് ഉണ്ട്. അത് ഇറ്റ് വിൽ ബ്ലോക്ക് ആക്ടിവേഷൻ ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ,
സോ വാക്സിൻസ് ആ സമയത്ത് റിപ്പീറ്റഡ്ലി കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം എന്താ വെച്ചാൽ ബൈ 6 months ആഫ്റ്റർ ദാറ്റ് ദ മെറ്റേണൽ ആൻറ്റിബോഡി വിൽ ബി ക്ലിയർഡ് ഫ്രം ഇൻഫൻറ്റ് സർക്കുലേഷൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്കൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഡോസേജസ് കൊടുക്കുന്നത്. മൾട്ടിപ്പിൾ ഇമ്മ്യൂണൈസേഷൻ വിത്ത് ഓറൽ പോളിയോ വാക്സിൻ ആർ റിക്വയർഡ് ടു എൻഷുർ ദാറ്റ് an adequate immune response is generated against the 3 strains of poliovirus that make up the vaccine. അപ്പോൾ അതാണ് പോളിയോ വൈറസിൻ്റെ റിപ്പീറ്റഡ് ഡോസേജിൻ്റെ കാരണം. വാക്സിനേഷൻ ഓഫ് അഡൾട്ട്സ് ഡിപ്പെൻഡ് ഓൺ ദ റിസ്ക് ഗ്രൂപ്പ്. ഇപ്പോൾ എല്ലാവർക്കും കോവിഡ് വാക്സിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഏർലിയർ ഇറ്റ് വാസ് ഓൺലി മിലിറ്ററി റിക്രൂട്ട്സ്, ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ്, അനിമൽ കീപ്പേഴ്സ്, മിലിറ്ററി പേഴ്സണൽ, സിവിലിയൻ, ചില ആൾക്കാർക്ക് മാത്രം വാക്സിനേഷൻ കൊടുക്കാറുണ്ട് വെൻ ദേ ആർ ഗോയിങ് ടു എൻ ഏരിയ ഓഫ് എക്സ്പോഷർ ടു ഡിഫറെൻറ്റ് കൺട്രി പോകുമ്പോൾ. ആ സമയങ്ങളിലൊക്കെയാണ് അവർക്ക് അഡൾട്ട്സിൽ വാക്സിൻ ചെയ്യാറുള്ളത്. വാക്സിനേഷൻ ഇസ് നോട്ട് 100% effective. Some recipients will respond poorly to vaccine. If a majority of individual, അത് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു 70% ആൾക്കാരിൽ വാക്സിനേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ വാക്സിനേഷൻ അല്ലെങ്കിൽ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഈ ഇൻഡിവിജ്വൽസിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. വിത്തൗട്ട് ദോസ് ഹു ആർ നോട്ട് ടേക്കൻ വാക്സിൻസ് ഓൾസോ വിൽ ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഇഫ് ദ നമ്പർ ഓഫ് ഇമ്മ്യൂണൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഇൻക്രീസ്, ഓക്കെ, then the chance of a susceptible individual to contract infection from an infected individual is low. So that phenomenon is called as herd immunity. അപ്പോൾ ഒരു 70% പോപ്പുലേഷനിൽ വാക്സിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസീസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് വാക്സിൻസ് തരുന്നുണ്ട് ഫോർ ദ ഇൻഡിവിജ്വൽ ഹു ആർ ബീങ് വാക്സിനേറ്റഡ്, ബട്ട് ഇൻഡയറക്റ്റ്ലി ഇറ്റ് ഓൾസോ ബെനിഫിറ്റ്സ്. ദാറ്റ് ഇസ് ഇഫ് എ മേജർ പോർഷൻ ഓഫ് ദ population has undergone vaccination, then the rest of the individuals also will be protected against the disease. So that is about, this is done during pandemic situations and epidemic situations. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് വാക്സിൻസ് ഡിസൈൻ ചെയ്യുന്നത്? So earlier and all, designing a vaccine, immunologists should first takes a very long time to study the activation of humoral cell mediated immune response to a particular antigen. Second is how the antigen that is immunological memory is produced against that antigen is noted. And vaccines, they may produce a protective primary response but may not induce memory cells. So ആ ഒരു പാത്തോജനോട് സെക്കൻഡ് റെസ്പോൺസ് വരുമ്പം സെക്കൻഡ് ഇൻഫെക്ഷൻ ബൈ ദ സെയിം പാത്തോജൻ അത് ഈ ആൾക്കാരിൽ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് or they'll get more infection from the second infection by the same pathogen. അപ്പോൾ അതൊക്കെ നന്നായി സ്റ്റഡി ചെയ്താലേ വാക്സിൻ സക്സസ്ഫുൾ ആണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഡിസ്കവറി ഫേസാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ട്രഡീഷണൽ വാക്സിൻ ഡെവലപ്മെൻറ്റ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ആൻറ്റിജൻ റിസർച്ച് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ആണ് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഡിസീസ് എന്താണ്, അതിൻ്റെ പാത്തജൻ എന്താണ്, അതിൻ്റെ ഇമ്മ്യൂൺ മെക്കാനിസംസ് ഓഫ് പ്രൊട്ടക്ഷൻ എന്താണെന്ന് നോക്കും. പ്രീ ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ഓഫ് ദ വാക്സിൻസ് ഇൻ ദ ലബോറട്ടറി. ദിസ് ഇസ് ഡൺ ബൈ ഫോളോയിങ് റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് അത് ഫോളോ ചെയ്യുന്നത്. പിന്നെ സ്മോൾ സ്കെയിൽ അതിൻ്റെ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നന്നായിട്ട് പഠിച്ച് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫേസ് 1 ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൽ അത് ടെസ്റ്റ് ചെയ്യും. സെക്കൻഡ് ഫേസിൽ കുറച്ചും കൂടി ലാർജർ നമ്പർ ഓഫ് ഗ്രൂപ്പിലേക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ ഒപ്റ്റിമൽ ഡോസ് കണ്ടുപിടിക്കാൻ വേണ്ടി അത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഫേസ് 3 മോർ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ given this dose to protect to assess the protection against the target infection and safety. Then you evaluate and
decide. Okay, documentation, submission, evaluation, and potential approval by the any medical competent authorities, so that it can be it can get a license to the market, so that the vaccine can be used by all. അങ്ങനെ പിന്നെയുള്ളത് മാനുഫാക്ചറിങ് ആണ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻ ഡോസസ്. ആൻഡ് ദെൻ that is post marketing safety and efficacy are continuously monitored. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള കറണ്ട് ട്രെൻഡിലും നമുക്കറിയാം ഇതേ ഒരു, പക്ഷേ ഫാസ്റ്റർ റേറ്റിലാണ് ഈ പറഞ്ഞ കോവിഡ് വാക്സിൻ പ്രൊഡക്ഷൻ നടന്നത്. ഓക്കെ, അപ്പോൾ പ്രീ ക്ലിനിക്കൽ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫേസിലൊരു ബിലോ അപ്രോക്സിമേറ്റ്ലി 100 വോളണ്ടിയേഴ്സിലാണ് ഫസ്റ്റ് ഹ്യൂമൻ ട്രയൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പേ ക്ലിനിക്കൽ ട്രയൽസ് അനിമൽസിൽ ചെയ്ത്, പിന്നെ ഫസ്റ്റ് ഹ്യൂമൻ ട്രയലിൽ ചെയ്തു, പിന്നെ ഒരു നമ്പർ ഓഫ് ഹ്യൂമൻ വോളണ്ടിയേഴ്സിൻ്റെ എണ്ണം കൂട്ടി, പിന്നെ ഒരു 1000s ആ ട്രയൽ ഇൻക്രീസ് ചെയ്യും, പിന്നെയാണ് അപ്രൂവലും ലൈസൻസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുന്നത് സാധാരണ ഒരു വാക്സിൻ പ്രൊഡക്ഷനിൽ. എന്നാൽ കോവിഡ് വാക്സിനിൽ എക്സിസ്റ്റിംഗ് റിസർച്ച് എല്ലാത്തിനും ടൈം വളരെ കുറവായിരുന്നു. വിത്ത് ദിസ് ടേക്സ്, ഇഫ് യു നോട്ടീസ് ദ ഇയർ, it takes years to complete this procedure for a normal vaccine production. It takes around 10 years or something. പക്ഷേ നമ്മളുടെ കോവിഡ് വാക്സിൻ്റെ ആയപ്പോൾ ടൈം പീരീഡ് വാസ് വെരി ലോ ടു ടെസ്റ്റ് ദ വാക്സിൻ. So preclinical trials were going on, and it was during that time itself the phase 1 was carried out, then phase 2 got merged with phase 3, and the safety and dose selection were done during this period, and the approval was done within 14 to 18 months. So that is the accelerated vaccine production in case of COVID-19 vaccines. So again, the types of vaccines are to be noted. Like there are different kinds of vaccines. Inactivated vaccine and subunit vaccines and virus-like vaccines, viral vector vaccines, and DNA vaccines. These are all recombinant DNA vaccines. So apart from that, there are you can call it as whole organism vaccines. That is, they are either inactivated vaccines and live attenuated vaccines, live heterologous species vaccines, etc. Then purified macromolecules in the vaccines include toxoid, polysaccharides, subvirion, recombinant, naked DNA, etc. അപ്പോൾ ആദ്യം തന്നെ അറ്റന്യൂവേറ്റഡ് ബാക്ടീരിയൽ ഓർ വൈറൽ വാക്സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്കറിയാം ഈ പാത്തജൻ വളരെ ഡിസീസ് കോസിങ് ആണെങ്കിൽ അതിനെ വിറുലൻറ്റ് പാത്തോജൻസ് എന്നാണ് പറയുക. അപ്പോൾ ഈ വിറുലൻറ്റ് പാത്തോജൻ്റെ പാത്തോജനിസിറ്റി കളഞ്ഞ് അതിനെ വിറുലൻ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ അറ്റന്യൂവേറ്റഡ് ആക്കിയിട്ട്, അല്ലെങ്കിൽ വീക്കൻഡ് ആക്കിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അറ്റന്യൂവേറ്റഡ് വാക്സിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറ്റന്യൂവേറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത്. So viral pathogen is grown in adverse culture by this method, and a virulent organism is selected. These vaccines generally require only a single booster. They are less stable. They produce cell-mediated immunity. They may revert to virulent form. ചില കണ്ടീഷനിൽ അവർ പ്രോപ്പർ സ്റ്റോറേജ് ഒന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ അവർക്ക് പാത്തോജനിസിറ്റി അല്ലെങ്കിൽ പാത്തോജനിക് പ്രോപ്പർട്ടീസ് തിരിച്ച് വരാൻ സാധ്യതയുള്ളതാണ്. Attenuated viral or bacterial vaccines are microorganisms without the ability to cause any significant diseases, but they retain their capacity to grow transiently within an inoculated host. They are best suited in abnormal culture conditions and therefore less capable of growth in natural host. So the examples എന്ന് പറഞ്ഞാൽ Bacillus talmate-guerin, that is BCG, was developed on a medium containing increased concentration of bile. It's a suitable vaccine for tuberculosis. പിന്നെ വരുന്ന attenuated vaccines വരുന്നതാണ് Sabin polio vaccines and measles vaccines. Sabin polio vaccines have 3 attenuated strains of poliovirus. So the vaccination require boosters to prevent